So in this section we are discussing about the second type of accommodation, supplementary accommodation. Supplementary accommodation. It consists of all type of accommodation other than the convention type. It may be described as premises that provide accommodation but not the other services which are provided by the hotels. Supplementary accommodation അല്ലെങ്കിൽ secondary accommodation. Primary accommodation എന്ന് പറയുന്നത് ഹോട്ടൽ പോലെ ഇരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. സപ്ലിമെന്ററി അക്കോമഡേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂഷ്വൽ ആയിട്ടുള്ള കൺവെൻഷൻ ടൈപ്പ് ആയിട്ടുള്ള ഹോട്ടൽ പോലെയുള്ള അക്കോമഡേഷൻ അല്ല, പകരം മറ്റു ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അക്കോമഡേഷൻ ആണ് സപ്ലിമെന്ററി അക്കോമഡേഷൻ. The main distinctive feature of supplementary accommodation ആണ്. ഇനി സപ്ലിമെന്ററി അക്കോമഡേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Standard of comfort is modest as compared to that of hotel. ഒരു ഹോട്ടലിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സപ്ലിമെന്ററി അക്കോമഡേഷന്റെ കംഫർട്ട് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓഫ് കംഫർട്ട് എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആയിരിക്കും. കുറവാണ്, പക്ഷെ മോഡറേറ്റ് റേറ്റ് ഓഫ് കംഫർട്ട് ആണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. They can sell accommodation at a very low price. ഹോട്ടലിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ചീപ്പ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണ് സപ്ലിമെന്ററി അക്കോമഡേഷൻ. There are an informal atmosphere and freedom regarding dress code. ഒരു ഹോട്ടലിൽ അറിയാം, നമുക്ക് അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് കാണും, കുറച്ച് ഫോർമാലിറ്റീസ് കാണും, ഒരു ഫോർമൽ അറ്റ്മോസ്ഫിയർ ആണ് ഒരു ഹോട്ടലിലുള്ളത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഡ്രസ് കോഡും ഒന്നും ഇല്ലാത്തൊരു ഫ്രീഡം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഒരു സപ്ലിമെന്ററി അക്കോമഡേഷൻസിൽ ലഭിക്കുന്നത്. Supplementary accommodation plays a very important role in the total available tourist accommodation in a country. It caters to both the international and domestic tourist travel. ടൂറിസം ഇൻഡസ്ട്രിയിൽ സപ്ലിമെന്ററി അക്കോമഡേഷനും വലിയൊരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ ടൂറിസ്റ്റ് അക്കോമഡേഷൻ എല്ലാം തന്നെ ഒരു പ്രൈമറി അക്കോമഡേഷൻ ആയിട്ട് മാറാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കോമഡേഷൻ ആണ് സപ്ലിമെന്ററി അക്കോമഡേഷൻ. ഇത് ഇന്റർനാഷണൽ ടൂറിസ്റ്റിനെയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റിനെയും വളരെയധികം സഹായിക്കുന്ന അക്കോമഡേഷൻസുമാണ്. The main type of supplementary accommodation include motels, youth hostels, caravan and camping site, pensions, bed and breakfast establishment, tourist holiday villages, timeshare and resort condominiums. Motels. A motel or motor lodge is a hotel designed for motorists and usually has a parking area for motor vehicles. മോട്ടോർ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹോട്ടൽസിനെയാണ് മോട്ടൽ അല്ലെങ്കിൽ മോട്ടോർ ലോഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, മോട്ടോർ വെഹിക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു പാർക്കിംഗ് ഏരിയ തന്നെ അതിന്റെ ഫ്രണ്ടിൽ കാണും. മോട്ടൽസ് ഡിഫർ ഫ്രം ഹോട്ടൽസ് ഇൻ ദ ലൊക്കേഷൻ അലോങ് ഹൈവേസ്. മോട്ടലിന്റെ പ്രത്യേകത, ഇത് പ്രധാനമായിട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈവേസിലാണ്. ഹോട്ടൽസ് വേണമെങ്കിൽ ഇന്റീരിയർ പാർട്സിലൊക്കെ ലൊക്കേറ്റ് ചെയ്യാം, പക്ഷെ എപ്പോഴും ഒരു ഹൈവേയുടെ അടുത്താണ് മോട്ടൽസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. Motels are typically constructed in I, L or U-shaped layout that includes guest room, attached manager's office, small reception, and in some cases a small dinner and a swimming pool. ഇനി മോട്ടൽസിന്റെ പ്രത്യേകത, അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് ഐ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ എൽ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ യു ഷേപ്പ് ആയിരിക്കും. മോട്ടൽസ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഗസ്റ്റ് റൂം ഉണ്ടായിരിക്കും, മാനേജറിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കും, ഒരു ചെറിയ റിസപ്ഷൻ ഉണ്ടായിരിക്കും, ചില സമയത്ത് അവിടെ ഡിന്നറോ ഒപ്പം തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും കാണും. A motel was typically single story with rooms opening directly into a parking lot, making it easy to unload suitcases from a vehicle. Usually motels എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റോറി ബിൽഡിങ്സ് ആണ്, ഒരു നിലയുള്ള കെട്ടിടങ്ങളാണ് പ്രധാനമായിട്ടും. അത് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് വലിയൊരു പാർക്കിംഗ് ലോട്ടിലോട്ടായിരിക്കും. അതായത് വാഹനത്തിൽ വന്നിറങ്ങുന്നവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ സൂട്ട് കേസോ അല്ലെങ്കിൽ മറ്റു ലഗേജസോ ഒക്കെ അൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് വൺ സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് മോട്ടൽസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. മോട്ടൽസിന്റെ മറ്റു പ്രത്യേകതകൾ നോക്കാം. ലെസ് എക്സ്പെൻസീവ് ദാൻ ഹോട്ടൽസ്. ഹോട്ടൽസിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ചീപ്പർ റേറ്റ് ആണ് മോട്ടൽസിനുള്ളത്. നോ സ്റ്റാർ റേറ്റിംഗ് ഇസ് കൺസിഡർഡ്. ഹോട്ടൽസിനെ പോലെ 1 സ്റ്റാർ 2 സ്റ്റാർ കാറ്റഗറി ഒന്നും മോട്ടൽസിനില്ല. But most are rated as 1.5 and 2.5 stars on travel sites. പക്ഷേ ട്രാവൽ സൈറ്റ്സിൽ അതിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 1.5 2.5 വരെയാണ് അതിന്റെ റേറ്റിംഗ്സ് വരുന്നത്. മിനിമൽ അമ്യൂണിറ്റീസ്, യൂഷ്വലി നോ പൂൾസ്, ജാക്കുസി,
business or fitness center or any other amenities listed under hotels. ഇനി ഒരു ഹോട്ടലിൽ കാണുന്നത് പോലെ ഒരു പൂളോ ഒരു ബാത്തിങ് ടപ്പായ ജാക്കുസിയോ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെന്റേഴ്സോ ഒന്നും തന്നെ ഒരു മോട്ടലിൽ ഇല്ല. Examples for motel include Econo Lodge, Night Inn, Motel 6, Super 8, etc. ഇനി കേരളത്തിലെ KTDCക്കും ഒരു മോട്ടലുണ്ട്. ആരം എന്നാണ് അതിന്റെ പേര്. KTDCയുടെ ഒരു ആരം മോട്ടലാണ് ഈ കാണുന്നത്. Youth hostel. A youth hostel is a good quality budget accommodation that offers a comfortable night sleep in friendly surroundings at an affordable price. വളരെ അഫോർഡബിൾ പ്രൈസിൽ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്ലിമെന്ററി അക്കോമഡേഷൻ ആണ് യൂത്ത് ഹോസ്റ്റൽസ് എന്ന് പറയുന്നത്. Youth hostels provide the perfect way to get to know a country at low cost and meet with many other people who share your attitude towards traveling. യൂത്ത് ഹോസ്റ്റൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രാജ്യം മുഴുവൻ വളരെ ലോ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് ഹോസ്റ്റൽസ് സഹായിക്കാറുണ്ട്. കാരണം അവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റിലാണ് ലഭിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് ബെറ്റർ ആണ്. മാത്രമല്ല ഡിഫറെന്റ് നേഷൻസ് നിന്നോ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ നിന്നോ ഡിഫറെന്റ് കൾച്ചറിൽ നിന്നും വരുന്ന ആളുകളെ മീറ്റ് ചെയ്യാനും അവിടെ കൾച്ചർ എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ യൂത്ത് ഹോസ്റ്റൽസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. It is a place where people of different social background has the opportunity to meet and understand each other. And a youth hostel provides accommodation, meals and recreational services. ഇനി ഒരു യൂത്ത് ഹോസ്റ്റൽ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിക്രിയേഷണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ സെൽഫ് കുക്കിംഗ്. ഇനി സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ഡോർമിറ്ററീസ് ഫോർ മെൻ ആൻഡ് വുമൻ. മെന്നിനും വുമണിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡോർമിറ്ററീസ് ഉണ്ട്. അപ്രോപ്രിയേറ്റ് വാഷ്റൂംസ് ആൻഡ് ടോയ്ലറ്റ്സ്, നല്ല രീതിയിലുള്ള വാഷ്റൂംസും ടോയ്ലറ്റ്സും ഉണ്ട്. ലഗേജ് റൂംസ് ഉണ്ട്, ലഗേജ് സ്റ്റോർ ചെയ്യാൻ. ആൻഡ് കോമൺ റൂം വിത്ത് ടെലിവിഷൻ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. This is an example of a youth hostel. Caravan and camping site. First, campsite. A campsite or camping pitch is a place used for overnight stay in an outdoor area. ഔട്ട്ഡോർ ഏരിയയിലുള്ള ഒരു സപ്ലിമെന്ററി അക്കോമഡേഷൻ ആണ് ക്യാമ്പ് സൈറ്റ് അല്ലെങ്കിൽ ക്യാമ്പ് പിച്ച് എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു നൈറ്റ് ഒക്കെ സ്റ്റേക്ക് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ഓവർനൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് ക്യാമ്പ് സൈറ്റ് അല്ലെങ്കിൽ ക്യാമ്പ് പിച്ച് യൂസ് ചെയ്യുന്നത്. In UK English, a campsite is an area usually divided into a number of pitches where people can camp overnight using tent or camper vans or caravans. UK Englishലെ campsiteന്റെ definition പറയുന്നത് ഒരു ഏരിയ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അതിനെ ഒരുപാട് പിച്ചസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പാർട്ടും ഓരോ ആൾക്ക് കൊടുക്കും. അതിൽ അവർ ടെന്റോ അല്ലെങ്കിൽ ക്യാമ്പർ വാൻസോ അല്ലെങ്കിൽ കാരവൻസോ ഉപയോഗിച്ചിട്ടോ ഒരു രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി യൂസ് ചെയ്യും. In American English, the term campsite generally means an area where an individual, family, group or military unit can pitch a tent or park a camper. A campground may contain many campsites. ഇനി അമേരിക്കൻ ഇംഗ്ലീഷിൽ ഒരു ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഏരിയ ആണ്. അവിടെ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രാവലേഴ്സോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി യൂണിറ്റോ അവരെ ടെന്റ് പിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ക്യാമ്പർ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള ഏരിയയാണ് ക്യാമ്പ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ക്യാമ്പ് സൈറ്റ്സ് കുറേ ഉള്ള ഒരു ഏരിയ ക്യാമ്പ് ഗ്രൗണ്ട് എന്ന് വിളിക്കും. ക്യാമ്പിംഗ് സൈറ്റിൽ ടെൻസ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് കാരവൻ എന്ന് പറയുന്നത്. റെസ്റ്റിംഗ് വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ് കാരവൻ. ഫിലിം സ്റ്റാർസ് ഒക്കെ കാരവൻസ് യൂസ് ചെയ്യുന്നത് ന്യൂസിൽ ഒരുപാട് കേൾക്കാറുള്ള ടേമുമാണ്. ഇനി എന്തൊക്കെയാണ് ഒരു ക്യാമ്പിംഗ് സൈറ്റിലെ പ്രത്യേകതകളെന്ന് നോക്കാം. എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് അവിടെ ഉള്ളത്, ഫെസിലിറ്റീസ് ആണ് ഉള്ളത് നോക്കാം. ഫയർ പ്ലേസസ് കാണും അവിടെ. റോഡ് ആക്സസ് ഫോർ വെഹിക്കിൾസ് കടന്നു വരാൻ പറ്റുന്ന റോഡ് ആക്സസിബിലിറ്റി കാണും. A gravel or concrete pad on which to park a vehicle. Vehicles പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രേവൽസോ കോൺക്രീറ്റ് പാഡ്സോ കാണും. പിക്നിക് ടേബിൾസ് കാണും. Marked spaces indicating a boundary for one camper or a group of campers.
ഒരു കംപ്ലീറ്റ് ഏരിയ ആണ് ക്യാമ്പിംഗ് സൈറ്റ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഒരുപാട് പാർട്സ് അല്ലെങ്കിൽ പിച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പിച്ചും സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്യാമ്പറോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാമ്പേഴ്സിന്റെ പിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബൗണ്ടറി ലൈൻസ് കാണും, അതിന്റെ മാർക്കിങ്സ് കാണും. റിസർവേഷൻ ടു എൻഷുർ ദർ വിൽ ബി അവൈലബിൾ സ്പേസ് ടു ക്യാമ്പ്. നേരത്തെ തന്നെ റിസർവേഷൻ ചെയ്തിട്ടാണ് ഇവിടെ സ്പേസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല. കറക്റ്റ് എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും റിസർവേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത്. Utility hooks such as electricity, water and sewer primarily for the user travel trailers, recreational vehicles or similar. In electricity, water, sewerage facilities തുടങ്ങിയവ അല്ലെങ്കിൽ recreational vehicles ആയ caravans തുടങ്ങിയവയൊക്കെ അവിടെ കാണും. Raised platforms on which to set up tents. ഇനി tents set up ചെയ്യാനാണെങ്കിൽ അവിടെ raised platforms കാണും. Piped portable water ഉണ്ടായിരിക്കും. And other facilities include pit toilet, flush toilet and showers, sink and mirror in bathroom, a small convenience store, shower facilities with or without hot water, wood for free or for sale for use in cooking or campfire. Campfire വേണ്ടിട്ടോ അല്ലെങ്കിൽ കുക്കിങ്ങിന് വേണ്ടിട്ടോ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പൈസയ്ക്ക് വുഡ് കിട്ടും. Garbage can or large rubbish bins in which to place a refuse. ഇതൊരു ക്യാമ്പിംഗ് സൈറ്റിന് എക്സാമ്പിൾ ആണ്. ഓരോരുത്തർക്കും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടെന്റ്സ് അവർ കെട്ടിയിട്ടുണ്ട്. അവരുടെ വെഹിക്കിൾസ് ഒക്കെ അവരടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാരവനെ നമുക്ക് കാണാൻ സാധിക്കും. പെൻഷൻ ഹോട്ടൽ, ഓൾസോ നോൺ ആസ് ബോർഡിംഗ് ഹൗസ് ഓർ സെറ്റ് ഹൗസ്. പെൻഷൻ ഹോട്ടലിന്റെ മറ്റു പേരുകളാണ് ബോർഡിംഗ് ഹൗസ് അല്ലെങ്കിൽ സെറ്റ് ഹൗസ് എന്ന് പറയുന്നത്. A pension hotel is a real hotel, provides rooms with no or few amenities. They usually have private bathrooms with showers. Pension hotelsന്റെ പ്രത്യേകത അത് റിയൽ ആയിട്ടുള്ള ഹോട്ടൽസ് തന്നെയാണ്. ഇതിൽ പക്ഷെ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് വളരെ കുറവോ അല്ലെങ്കിൽ ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാത്ത ടൈപ്പ് ഹോട്ടൽസ് ആണ് പെൻഷൻ ഹോട്ടൽസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രൈവറ്റ് ആയിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഷവേഴ്സും ഒക്കെ കാണും. A pension hotel usually has a window air conditioning unit, but the hallways and other areas of the hotels are usually cooled only by fans. പെൻഷൻ ഹോട്ടലിന്റെ പ്രത്യേകത ഏജൻസി റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ മറ്റു ഹോട്ടൽസിനെ അപേക്ഷിച്ച് ഇതിൽ ഹോൾവേസും അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഏരിയാസിലൊക്കെ ഫാൻസ് ആയിരിക്കും അറ്റാച്ച് ചെയ്തേക്കുന്നത്. Some pension hotels, especially in beach areas, provide only ceiling fans for cooling. ഇനി ചില പെൻഷൻ ഹോട്ടൽസ്, പ്രത്യേകിച്ച് ബീച്ച് ഏരിയാസിലുള്ള പെൻഷൻ ഹോട്ടൽസിന്റെ പ്രത്യേകത അവിടെ AC കാണത്തില്ല, പകരം സീലിംഗ് ഫാൻസ് മാത്രമേ കാണത്തുള്ളൂ. The rate for pension hotels are much lower than the mid-range hotel. Mid-range അല്ലെങ്കിൽ നമ്മുടെ ഒരു 2 star 1 star ഹോട്ടൽസിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറഞ്ഞ ഹോട്ടൽസ് ആണ് പെൻഷൻ ഹോട്ടൽസ് and are very common in European countries. This is an example of a pension hotel. Bed and breakfast establishment. Bed and breakfast establishments is a small lodging establishment that offers overnight accommodation and breakfast. Supplementary accommodation small lodging establishment ആണ് bed and breakfast establishment എന്ന് പറയുന്നത്. ഇത് ഒരു രാത്രിയുള്ള അക്കോമഡേഷനും പിറ്റേന്ന് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റു പേരുകൾ എന്ന് പറയുന്നത് B&B അക്കോമഡേഷൻ എന്നോ B&B അക്കോമഡേഷൻ എന്നോ അല്ലെങ്കിൽ ഹോട്ടൽ ഗാർണിസോ എന്നറിയപ്പെടുന്നു. Bed and breakfast are often private family homes and typically have between 4 and 11 rooms with 6 being the average. Usually private ആയിട്ടുള്ള ഫാമിലി ഹോംസ് ആണ് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ യൂഷ്വലി കാണുന്നത് 4 മുതൽ 11 റൂം വരെയാണ്. ആവറേജ് 6 റൂമാണ് ഒരു ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് അക്കോമഡേഷനിൽ കണ്ടുവരുന്നത്. In addition, B&B usually has the host living in the house. ഇതിൽ ഹോസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഹോട്ടലിലോ യൂത്ത് ഹോസ്റ്റലിലോ ഉള്ള മാനേജേഴ്സ് അവിടെ താമസിക്കുന്നവരല്ല, അവർക്ക് പ്രത്യേകം വീടൊക്കെ കാണും. പക്ഷെ ഈ വീട്ടിന്റെ ഉടമസ്ഥൻ തന്നെയായിരിക്കും ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് നടത്തുന്നത്. അവർ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. Generally, guests are accommodated in private bedrooms with the private bathrooms or in a suite of rooms. ഈ ഗസ്റ്റ് പ്രധാനമായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് ബെഡ്റൂംസിലാണ്. അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല സ്യൂട്ട് റൂംസും അവിടെ കാണും. India government has classified B&B in 2 categories,
Gold B&B and Silver B&B. ഇന്ത്യ ഗവൺമെന്റ് ഈ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗോൾഡ് B&Bയും സിൽവർ B&Bയും. All B&B must be approved by the Ministry of Tourism and will be recognized and categorized as gold or silver based upon a list of predefined criteria. B&B എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് അംഗീകരിക്കണമെങ്കിൽ അത് മിനിസ്ട്രി ഓഫ് ടൂറിസം ആണ് അംഗീകരിക്കേണ്ടത്. അവർ കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അതിനെ ഗോൾഡ് B&B ആയിട്ടും സിൽവർ B&B ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. This is an example of bed and breakfast establishment. Tourist holiday villages. A holiday village or HV is a holiday resort where the visitors stay in villas. ടൂറിസ്റ്റ് ഹോളിഡേ വില്ലേജസിന് അറിയപ്പെടുന്ന HV എന്നാണ്. ഇതൊരു ഹോളിഡേ റിസോർട്ടാണ്. ഇവിടെ ആളുകൾ വില്ലാസിലാണ് താമസിക്കുന്നത്. The holiday village represents a set of buildings, usually villas, bungalows, located in a well-delimited area that provide services like lodging, dining, and a wide range of additional tourist amenities such as leisure, sports, cultural activities, etc. ഒരു ഹോളിഡേ വില്ലേജിൽ ഒരു സെറ്റ് ഓഫ് ബിൽഡിങ്സ് കാണും. അത് ചിലപ്പോൾ വില്ലാസ് ആവാം, അല്ലെങ്കിൽ ബംഗ്ലാവ്സ് ആയിരിക്കാം. വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡീലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്ന ലോഡ്ജിങ് സർവീസസ് ഉണ്ട്, ഡൈനിങ് ഫെസിലിറ്റി ഉണ്ട്, ഒപ്പം തന്നെ ലെഷറും സ്പോർട്ടും കൾച്ചറൽ ആക്ടിവിറ്റീസും ഉണ്ട്. They are typically located in areas with high tourist traffic, established independently or in partnership with camping site or tourist villages, whose functioning presupposes adequate sanitation, solid waste disposal, and wastewater treatment. ഇത് പ്രധാനമായിട്ടും വളരെ ട്രാഫിക്, അതായത് ടൂറിസ്റ്റ് ട്രാഫിക് കൂടിയിട്ടുള്ള ഏരിയയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത് ടൂറിസ്റ്റ് വില്ലേജോ അല്ലെങ്കിൽ ക്യാമ്പിംഗ് സൈറ്റോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തായിരിക്കും ഈ ടൂറിസ്റ്റ് വില്ലേജസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത നല്ല രീതിയിലുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റി ഉണ്ട്, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി ഉണ്ട്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും ഉണ്ട്. Tourist village provide comfort of family members. Kitchen, bathing and showering facilities are provided. A doctor service is available in tourist village. ഈ ടൂറിസ്റ്റ് വില്ലേജിലുള്ള മറ്റു സർവീസസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഡോക്ടർ എപ്പോഴും കാണും, കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്, ബാത്തിങ് ഷവറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, ഒപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സ് നല്ലൊരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കോമഡേഷൻ ആണ് ടൂറിസ്റ്റ് വില്ലേജ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടൂറിസ്റ്റ് ഹോളിഡേ വില്ലേജ്. ഒരുപാട് വില്ലാസും അല്ലെങ്കിൽ ബംഗ്ലാവ്സും ഒക്കെ ചേർന്നിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ടൂറിസ്റ്റ് ഹോളിഡേ വില്ലേജസ്. ടൈം ഷെയർ ആൻഡ് കണ്ടോമിനിയംസ്. ടൈം ഷെയറും കണ്ടോമിനിയംസും എന്ന് പറയുന്നത് സപ്ലിമെന്ററി അക്കോമഡേഷനിലെ രണ്ട് ടൈപ്പ് അക്കോമഡേഷൻസ് ആണ്. ഇത് തമ്മിൽ ഒത്തിരി സിമിലാരിറ്റീസും ഉണ്ട്, ഒപ്പം തന്നെ ഡിസിമിലാരിറ്റീസും ഉണ്ട്. കണ്ടോമിനിയംസിനെ കോണ്ടോ ഹോട്ടൽസ് എന്നും വിളിക്കാറുണ്ട്. ആദ്യമായിട്ട് ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്ന് നോക്കാം. Both are traditionally solid full furnished which is built into a price. ഒന്നാമതായിട്ട് ടൈം ഷെയർ ആയാലും കോണ്ടോ ഹോട്ടൽസ് ആയാലും രണ്ടും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആണ്. Time shares and condo hotels are located in desirable locations and resort areas. പ്രധാനമായിട്ടും ടൂറിസ്റ്റ് സ്പോട്ടിലും റിസോർട്ട് ഏരിയാസിലുമാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. Both options allow you to find your own rentals if necessary. ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടൈം ഷെയർ ആയാലും കോണ്ടോ ഹോട്ടൽസ് ആയാലും നമ്മളിപ്പോൾ ഓപ്റ്റ് ചെയ്തു, നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് അതിൽ റെന്റിന് ആളുകളെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാം. One of the main difference in buying timeshare and condo hotels comes in flexibility of use. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. ടൈംഷെയർ ആൻഡ് കോണ്ടോ ഹോട്ടൽസിലും ആദ്യ ഡിഫറൻസ് വരുന്നത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി ഓഫ് യൂസിലാണ്. When purchasing a timeshare, you choose a specific location and set week or two you will use your vacation home each year. While in purchasing a condo hotel, you have the flexibility to use your own it whenever you want, though there are usually restrictions that prohibit making it as a permanent residence. Suppose ഒരാൾ ഒരു ടൈം ഷെയർ ആണ് വാങ്ങുന്നതെന്ന് വെച്ചോ, എങ്കിൽ ഒരു വർഷത്തിൽ ഇന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്ന വീക്കിലോ മാത്രമേ അയാൾക്ക് ആ ഒരു ടൈം ഷെയർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, അയാൾക്ക് ഇപ്പോൾ ഒരു ആഗസ്റ്റ് മാസത്തിലാണ് അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ
ഓരോ വർഷവും അയാൾക്ക് ഓഗസ്റ്റിൽ മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് വീക്കിൽ മാത്രമേ അയാൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം അയാൾ ഒരു കോണ്ടോ ഹോട്ടലാണ് പർച്ചേസ് ചെയ്തെങ്കിൽ ഒരു വർഷത്തിലെ ഏത് ദിവസം വേണമെങ്കിലും അയാൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അതിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിനെ ഒരു പെർമനന്റ് റെസിഡൻസ് ആക്കി മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വർഷത്തിൽ ഏത് ദിവസവും വേണം അയാൾക്ക് അവിടെ യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു കോണ്ടോ ഹോട്ടലിൽ ഉണ്ട്. Second difference, in choosing a timeshare, your amenities may be limited to the use of a swimming pool and other common areas. Choosing a condo hotel provides you access to those amenities as well as those you would traditionally find at a luxury hotel, such as restaurant, lounges, spa, exercise facilities, bars. Also similar to a hotel, you can access to daily housekeeping, maintenance service, room service and more. And at a timeshare, you are responsible housekeeping and unit upkeep during your stay. ഇനി ടൈം ഷെയറും ഒരു കോണ്ടോ ഹോട്ടലും തമ്മിലുള്ള അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് അതിലുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് വെച്ചിട്ടാണ്. ഒരു ടൈം ഷെയറിൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ അതർ കോമൺ ഏരിയാസോ ഒന്നും തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതേസമയം ഒരു കോണ്ടോ ഹോട്ടലിലാണെങ്കിൽ ഒരു ഹോട്ടലിലുള്ള തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അത് യൂസേഴ്സിന് യൂസും ചെയ്യും. അതായത് റെസ്റ്റോറൻറ്റ്സ്, ലോഞ്ചസ്, സ്പാ, എക്സസൈസ് ഫെസിലിറ്റീസ്, ബാർസ് കാണും. അപ്പോൾ ഡെയിലി ഹൗസ് കീപ്പിംഗ് ഉണ്ടായിരിക്കും, മെയിൻ്റെനൻസ് സർവീസ് ഉണ്ട്, റൂം സർവീസ് ഉണ്ട്, തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും ഒരു കോണ്ടോ ഹോട്ടലിൽ ഉണ്ട്. ഇനി ടൈം ഷെയറിൽ അവനവൻ തന്നെയാണ് ഹൗസ് കീപ്പ് ചെയ്യേണ്ടത്, അവനവൻ തന്നെയാണ് വൃത്തിയാക്കേണ്ടതും. എത്ര നാൾ അവിടെ ചെലവഴിക്കുന്നു അത്രയും നാളും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ താമസിക്കുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കും. Then third difference. Another difference is owning timeshare and condo hotels come in price. Owning a condo hotel gives you deed ownership to the property, and condo hotels are typically more expensive, but that price difference usually goes into the unit enhancement rather than commissions typical of timeshare. With a timeshare, you are only purchasing 1 or 2 weeks of usage. During the time you are not staying at the timeshare, you cannot generate any revenue unlike a condo hotel. When not staying at a condo hotel, your unit can be entered into management rental program. മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈസിന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ കോണ്ടോ ഹോട്ടലിലാണെങ്കിൽ ഓണർഷിപ്പ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ അതിന് വേറൊരാൾക്ക് നമുക്ക് റെന്റിന് വേണമെങ്കിൽ നമ്മൾ താമസിക്കാത്ത സമയത്ത് അവിടെയുള്ള മാനേജറിന്റെ പക്കൽ റെന്റിന് വേണമെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ടൈം ഷെയറിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് റെന്റിന് കൊടുക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ വീക്കിലോ അല്ലെങ്കിൽ ആ ഒരു മന്തിനോ മാത്രമേ നമുക്ക് അതിന് റെന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി സമയത്ത് എന്താണ്, ഒരു വർഷത്തിൽ ഇന്ന ദിവസം മാത്രമേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് ഫിക്സഡ് റേറ്റ് കാണും, ആ റേറ്റ് അത്രയും നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു കോണ്ടോ ഹോട്ടൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടിയും നമ്മൾ യൂസ് ചെയ്യാത്ത സമയം മറ്റൊരാൾക്ക് റെന്റിന് കൊടുക്കുന്നതുകൊണ്ട് അത് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആകും. This is an example of timeshare and this is an example of condominiums. കാണുമ്പോൾ തന്നെ അറിയാം condominiums എന്ന് പറയുമ്പോൾ നല്ലൊരു ലക്ഷറി ഹോട്ടലിന്റെ അത്രയും ഫെസിലിറ്റി ഉള്ള ഒരു അക്കോമഡേഷൻ ആണ് condominiums. And these are all the supplementary accommodations mainly used in tourism.